ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് വീക്കെൻഡാണ്. ഞാനും മണീൻ്റെ ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു മിനി ഗോവ പറഞ്ഞിട്ട് കോഴിക്കോട് വടകര, അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ ആൾക്കാർ കുറേയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും മാത്രം ബാക്കിയുണ്ടായിരുന്നു. പിന്നെ പ്ലാൻ ചെയ്ത സ്ഥിതിക്ക് ഞങ്ങൾ പിന്നെ ഡ്രോപ്പ് ചെയ്യാറില്ല. അത്ര ആൾക്കാരുണ്ട്, അതിനനുസരിച്ചാണ് പോവുക. അപ്പോൾ ഇപ്പോൾ വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങളിതാ മഞ്ചേരിയിൽ നിന്ന് പോകുന്നു. വള്ളോമ്പർ എത്താറായി. വലിയ തിരക്കൊന്നുമില്ല. പറക്കുക. ഇനിയും നമുക്ക് 2 മണിക്കൂറും 1 മിനിറ്റും കാണിക്കണേ. 70 കിലോമീറ്റർ കൂടി പോകുന്നുണ്ട്. 2 മണിക്ക് എത്തുന്നതാണ് കാണിക്കുന്നത്. പക്ഷേ നമുക്ക് ഫുഡ് സ്പോട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ എത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആവും. വൈകുന്നേരം ആകുമ്പോൾ എത്തുന്ന പോലെയാണ് നമ്മുടെ പ്ലാൻ. നടക്കുമാവും. ഇന്ന് വലിയ രീതിക്ക് വെയിലൊന്നും കാണാനില്ല കേട്ടോ. ഒരു മൂടലുണ്ട്. നമ്മൾ കൊണ്ടോട്ടി എത്തി ഗൈസ്. കൊണ്ടോട്ടി ഇപ്പോൾ രാമനാട്ടുകരയിൽ നിന്ന് NH കയറി. NH ഇപ്പോഴും പണി നടക്കുക. ഇപ്പോൾ പാലത്തിൻ്റെ അവിടെ എത്തി. ഇനി പാലം കയറി. പാലം പണി കഴിഞ്ഞോ? ഇല്ലല്ലോ, ആ സൈഡത്തെ നോ, അവിടെ പണി നടക്കുക. പഴയ ബോട്ടിനോടെ അവിടെ ഹൗസ് ബോട്ട് കാണാണ്ട് പറയുന്ന മണി. ഹൗസ് ബോട്ടാണത്, അത് സഞ്ചാരം മാത്രമാണ്. ഇവിടെ എപ്പോഴും നല്ല വെള്ളം എപ്പോഴും ഉണ്ടാവും. നല്ല ഫ്രഷ് വാട്ടറായിട്ട് അങ്ങ് നിൽക്കുന്നതാണ്. വിശക്കാൻ തുടങ്ങി. ഉച്ചയ്ക്ക് എവിടെ നിന്ന് കഴിക്കണം ഇതുവരെ തീരുമാനമായിട്ടില്ല. പോയി നോക്കട്ടെ. ഈ ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് പണി നടക്കുകയാണ് ഗൈസ്. എന്നല്ലോ ഇവിടെ ഒന്നും റോഡില്ല. അപ്പോൾ നമ്മൾ കോഴിക്കോട് സിറ്റിയൊക്കെ ബൈപ്പാസ്സായി അങ്ങനെ പോവുക. ഇനിയും നമ്മൾക്ക് പോകാൻ എത്ര കിലോമീറ്റർ ഉണ്ട്? 42 കിലോമീറ്റേഴ്സ്. തിരക്കൊക്കെ റോഡിൻ്റെ ഭംഗി കുറഞ്ഞപ്പോൾ തിരക്ക് കൂടി. ഗൈസ് 4-5 വണ്ടികൾ പോയി. ബാക്കിലടിച്ചു ചെയ്തു. ഇതിൻ്റെ മോട്ടറടിച്ചു, മറ്റേത് അതിൻ്റെയും മോട്ടറടിച്ചു. വേസ്റ്റാലൊരു ബ്ലോക്ക് കിട്ടി. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച ഇതില്ലേ 3 വണ്ടിയും കൂടി ഇടിച്ച് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ്. പക്ഷേ ഇവിടെ എന്താണ് ബ്ലോക്ക് എന്ന് തമ്പുരാൻ അറിയാം. ഈ ഫ്രണ്ട് കാണുന്ന താറുകാരൻ ഏതോ വലിയ ലോങ് ഡ്രൈവ് പോകണ പോലെ ഉണ്ട് കേട്ടോ. ഫുൾ പാക്ക് ചെയ്ത് പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് ആവൂലേ. നമുക്കൊരു ലോങ് ഡ്രൈവ് ഉണ്ട്. ഒരു 1200-1300 കിലോമീറ്ററുള്ളൊരു ലോങ് റൈഡ്സ് നമുക്ക് വരും വീഡിയോസിൽ കാണാം. അതിന് സ്റ്റേ ട്യൂൺഡ്. സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെച്ചാൽ അത് പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതേ കുറച്ചും കൂടി ഫ്രണ്ടിൽ വന്നപ്പോൾ ഇപ്പോൾ ഫുൾ റോഡ് പണിയാണ് ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡൈവേർഷൻ എടുത്ത് നമ്മളിങ്ങനെ പോകണം. അപ്പോൾ നമുക്ക് 25 കിലോമീറ്റർ പോകാൻ ഓൾമോസ്റ്റ് 1 അവറിൻ്റെ അടുത്താണ് പറയുന്നത്. അപ്പോൾ അതാ നമ്മളെത്തിയത് ചേമഞ്ചേരി. അങ്ങനെ സ്ഥലം ചേമഞ്ചേരി. അവിടെ ഒരു തട്ടുകളുണ്ടായിരുന്നു, നെയ്ച്ചോറ് ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ഇതിൽ. ഇപ്പോൾ ഗൈസ് നമ്മളൊരു ട്രെയിൻ റെസ്റ്റോറൻറ്റിലാട്ടോ വന്നേ. ട്രെയിൻ കോച്ച് പോലെ ഉണ്ട്. ബിരിയാണി ഓർഡർ ചെയ്തു. പുറത്ത് നല്ല കാഴ്ചയാണ്. പുറത്ത് കാണിച്ചു തരാം. ഒരു ബിരിയാണിയും 2 ബിരിയാണിയും ഒരു പ്രോൺസ് ഡ്രൈ ഫ്രൈ ഓർഡർ ചെയ്തു. ഫുഡ് കഴിക്കട്ടെ. മണി ഇവിടെ പരിപാടി തുടങ്ങി. ഇതാണ് ട്രെയിനിൻ്റെ ബോഗി, എൻജിൻ. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് കഴിച്ചത്. ആ സൈഡാണ് ബാക്ക് ഭാഗം. ഗാമ ആണ് അതിൻ്റെ പേര്. വൈകിട്ട് കാണിച്ചു തരാം. ഫുഡ് കൊള്ളായിരുന്നു, നൈസായിരുന്നു. ഇനി യാത്ര കണ്ടിന്യൂ ചെയ്യട്ടെ. അപ്പോൾ അത് ഈ ഗൈസ് ഫുഡ് കഴിച്ചിറങ്ങിയ ഞാനിപ്പോൾ വണ്ടി അതിലിരിക്കുന്നതാവുന്നു കേട്ടോ. നമ്മളത് അവിടെ നിന്ന് കഴിച്ചു. ട്രെയിനിൻ്റെ എൻജിനൊക്കെ ഉണ്ടായിരുന്നു. റെസ്റ്റോറൻറ്റ് കൊള്ളാം, ഫുഡും കൊള്ളാം, കാണാനും രസമുണ്ട്. നമുക്ക് പോകാനായിട്ട് ഗ്യാപ്പുണ്ട്. മണി we are trapped guys.
വൻ ചൂടായി ഗൈസ്. ഉള്ളിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഈ എ സി തണുക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. കംപ്രസർ കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു. അത് ശരിയാണ്. ജ്യൂസ് പിള്ളേർ എവിടെ എത്തിയിട്ടില്ല. നമ്മളിപ്പം ജ്യൂസ് കുടിക്കാൻ കയറിയതാ. ഇനി നമുക്ക് അരമണിക്കൂറിൻ്റെ യാത്ര ഉണ്ട്. സോ വി ആർ ഓൺ ദ റോഡ് അഗെയിൻ. അത് ശരിയാണ്. ഞങ്ങൾ മിക്കവാറും ബീച്ചിലെത്തുന്ന ടൈം എന്ന് പറയുന്നത് 3 മണിയാവും. നല്ല വെയിലാണ്, ഭയങ്കര ചൂടും. ബീച്ച് വൈബ് തന്നെയാവും ഗായ്സ്, ബീച്ച് വൈബ് തന്നെയാവും. ഫുഡിൻ്റെ കട തിരഞ്ഞപ്പോൾ ഒറ്റൊന്നു പോലും കാണാണ്ടായിരുന്നില്ല. ഇപ്പം റെസ്റ്റോറൻറ്റിൻ്റെ ഒരു മേളയാണ് ഇവിടെ ഈ റോഡ് സൈഡ് മൊത്തം. എന്താണ് അതിൻ്റെ മാത്തമാറ്റിക്സ് ഇതുവരെ മനസ്സിലായിട്ടില്ല. നമ്മൾ ഏതെങ്കിലും ഒന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ കുറേ എണ്ണം നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഗൈസ് നമ്മൾ പയ്യോളിയിൽ നിന്ന് ഡൈവേഴ്ഷൻ എടുത്തേ NHൻ്റെ അടുത്തുനിന്ന് വിട്ടു പോന്നു. അർജുൻ ഇപ്പോൾ ഒരു റെയിൽവേ ക്രോസിങ്ങിൻ്റെ അവിടെ എത്തി. പയ്യോളി റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ ഗൈസ് നമ്മളൊരു ചെറിയ വഴി കൂടെ പോകുന്നത്. നമുക്ക് ആദ്യം തെറ്റി പയ്യോളി അവിടെ നിന്ന് തന്നെ തിരിയേണ്ടതായിരുന്നു. നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ടിൽ വന്നിട്ട് ഒരു സ്മോൾ റോഡ് കൂടെ കയറിയിട്ടാണ് ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ടാറിട്ട റോഡിൽ കയറിയത്. പറഞ്ഞപ്പോഴേക്കും റോഡ് കേട് വന്നു. നല്ല വീട്, 1 BHK തോന്നുന്നു അല്ലേ, ഒറ്റ ബെഡ്റൂം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു ഗ്രാമത്തിലൂടെ പോകുന്നു, പയ്യോളിയിലെ ഗ്രാമത്തിലൂടെ ഒരു യാത്ര. എനിക്ക് തോന്നുന്നു വടകര എത്തണ്ട. എന്താണ് കോട്ടയ്ക്കലല്ലേ, ഇതൊരു അമ്പലമുണ്ട് കോട്ടയ്ക്കൽ. വടകരയിലെ കോട്ടയ്ക്കലിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് നമ്മൾ ഉദ്ദേശിച്ച സ്പോട്ടുള്ളത്. സ്പോട്ട് നമ്മൾ ഇൻസ്റ്റയിൽ കണ്ടൊരു ഇതേ ഉള്ളൂ. എങ്ങനെ ഉണ്ടെന്ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ അറിയാം. അവൻ കണ്ടുപിടിച്ച സ്ഥലം അത്. നമുക്ക് അതിനെക്കുറിച്ചൊന്നും വല്ലതും പറയാണ്ട് പറഞ്ഞു. അതിനെക്കുറിച്ചൊന്നും പറയാനില്ലേ? അവനൊന്നും പറയാനില്ല അല്ലേ. വട്ടിടു ഗൈസ്. ഇതിൻ്റെ അപ്പുറത്ത് കടലാണ് കേട്ടോ. അങ്ങനെ കാണാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇടയിൽ കൂടെയൊക്കെ. ഇപ്പോൾ വീടായി എത്താറായി. നമുക്ക് 5 കിലോമീറ്റർ കൂടെ ഉള്ളൂ. 4 കിലോമീറ്റർ. നല്ല വഴി, നല്ലൊരു ഗ്രാമപ്രദേശം. ഇവിടുത്തെ മണ്ണൊക്കെ ഫുള്ള് മണലാണ്. റോട്ടിലേക്ക് ഇടും. ഐസ് ആ നേരെ കാണുന്ന കടലാണ്. തിരിഞ്ഞ് ഇടവഴി എന്ന് പറയാൻ പറ്റില്ല. ഇത് എന്താണിത്? ഗൂഗിൾ മാപ്പ് നമ്മളെ കടലിൽ കൊണ്ട് ഇടുവാവോ? ശരിയാ, റോഡിൻ്റെ സൈഡിൽ കുഞ്ഞു കുഴി പോകുന്നുണ്ട്. നല്ല അടിപൊളി വഴിയാണ്. പക്ഷേ വെയിലും അടിപൊളിയാണ്, വഴി അടിപൊളിയാണ്. ആണോ? ഹായ് വാ. Can't deny this is where I'm supposed to be tonight. In lover's paradise. Said I shouldn't stay but you look so. Oh, nice video. അങ്ങടാ പോണ്ടത്. ഹെവി റോഡാണ്. അവിടുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം. വാവ് മോനെ, ഉഷാർ. കടൽ മനസ്സിലാവും. ഇതുണ്ട് ഗൈസ് കടൽ തീരത്തിലൂടെ നമ്മളുടെ ഒരു സഞ്ചാരമാണത്. വന്നത് എന്തായാലും മുതലായി ഗൈസ്. സ്ഥലം അടിപൊളിയാണ്, മസ്റ്റ് വിസിറ്റ്.
ഇത്ര കാലം നിന്നിട്ട് ഇത് കണ്ടിട്ടില്ലല്ലോ അർജുന. ഇത് ആ അത് ശരി. നല്ല 4-5 കിലോമീറ്ററിന് കിട്ടും ഇങ്ങനെ റോഡ് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സൈഡിലൊക്കെ കല്ലൊക്കെ ഇട്ട് കെട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ഫോണിൽ കാണിച്ചു തരാം, മാപ്പിൽ ഇതുണ്ടോ. പ്രോപ്പർ നമ്മളിങ്ങനെ അന്ന് സമുദ്രത്തിൻ്റെ തീരത്തിലൂടെയാണ് പോകുന്നത്. അറേബ്യൻ സീ ആണ് ഗൈസ്, ഇത് അറേബ്യൻ സീ. ഈ സൈഡിൽ റിവർ, ഇപ്പുറത്തെ സൈഡിൽ കടൽ. റിവർ, കടൽ. ഇത് കുറ്റ്യാടി നദിയാണ് കേട്ടോ. അതിൻ്റെ അറ്റത്ത് ബോട്ടിങ്ങൊക്കെ ഉണ്ട് തോന്നുന്നു, ഫിഷിങ്ങും ഉണ്ട്. ബോട്ടൊക്കെ പാർക്ക് ചെയ്തിട്ട് കാണാം. പോട്ടെ ആ കൊള്ളാം. ഒരു ഫോട്ടോ സ്പോട്ട് കണ്ടു. വണ്ടി അവിടെ സൈഡാക്കി നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ നിർത്തി ഇത്തിരി പിക്കൊക്കെ എടുത്തിട്ട് അടുത്ത ഒന്നുകൂടി ഫ്രണ്ടിലോട്ട് പോകുന്നു കേട്ടോ. മിനി ഗോവ എന്ന് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ തന്നെ ഇത്തിരി കൂടി ഫ്രണ്ടിലാണ്. അപ്പോൾ അങ്ങോട്ട് വീണ്ടും പോയിക്കൊണ്ടിരിക്കണു. റോഡ് ഭയങ്കര നാരമാണ്. ഒരു വണ്ടി വന്നാൽ സൈഡ് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മിനി ഗോവ പാർക്കിംഗ് പറഞ്ഞ് എഴുതി വെച്ചാൽ ബോർഡ് കടയിൽ വെച്ചോ. അപ്പോൾ അതേ ഇവിടെ കേട്ടോ പാർക്ക് ചെയ്തേ. ഇവിടെ ബൈക്കിന് 10 രൂപയും കാറിന് 20 രൂപയും. ഇതുവരെ വരാം, വണ്ടിയൊക്കെ വരും സുഖമായിട്ട്. അതാ നമ്മൾ മിനി ഗോവ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കണം. നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല ചൂടുമുണ്ട്. മറ്റേ ക്രോഷ്യ ഷർട്ടായതുകൊണ്ട് വലിയ സീനില്ല, അങ്ങനെ ചൂടടിക്കണില്ല. മണി മൊത്തമായിട്ട് കറുപ്പാണ്. ഗൈസ് അവിടെ കണ്ടോ മാംഗ്രൂവ് ഫോറസ്റ്റ് പോലത്തെ സംഭവം. മാംഗ്രൂവ് ആണോ? ആണ് തോന്നണോ. ഇതിപ്പോൾ ഏതോ വീടിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോകണ പോലെ ഉണ്ട്. അതെ മാംഗ്രൂവ് തന്നെ. ഏതാണ്ടോ വെള്ളം ഇവിടെ കെട്ടിയിരിക്കുന്നുണ്ട് ഈ സൈഡിൽ, ഇങ്ങനെ നൈസായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ കടലിൻ്റെ അടുത്ത് എത്തിയേ. ഇവിടെ ഈ കടലും നദിയും മീറ്റ് ചെയ്യുന്നൊരു പോയിൻ്റുണ്ട്. കുറേ ആൾക്കാർ അവിടെ ഇവിടെ കാണാം. ആ കാട്ടിലൊക്കെ പിക്നിക് സ്പോട്ട് പോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഉണ്ടോ കച്ചവടക്കാരും ഉണ്ട്. വൈകുന്നേരം കുറച്ചും കൂടി രസമുണ്ടാവും, വലിയ പേരില്ലെങ്കിൽ. ഇപ്പം ഞങ്ങളാകെ കരിഞ്ഞു പോയി. പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് ഇറക്കുറ ഒരു 500 മീറ്റർ നടക്കാനുള്ളൂ കേട്ടോ അങ്ങോട്ട്. ഗൈസ് ഇതാണ് മിനി ഗോവ. മിനി പറഞ്ഞാൽ വല്ലാതെ തന്നെ മിനി കിട്ടും, ഇത്രയേ ഉള്ളൂ. അത് കണ്ടോ കടലിൻ്റെ അവിടെ തന്നെ കടൽ വന്നിട്ട് ഇത് നദിയാണ് അങ്ങോട്ടുള്ളത്. ഒരു സെൻറ്റർ റോഷൻ പാലയാണ്. അവിടെയൊക്കെ ഇങ്ങനെയുണ്ട് ബീച്ച് പോലെ. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്, ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഫുൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഇവിടെ നന്നായി. മണിൻ്റെ കടലമുട്ടയും വാങ്ങാൻ പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഷോപ്സ് ഉണ്ട്, എന്നുവെച്ചാൽ കുഞ്ഞു ആൾക്കാരുടെ സംരംഭം. ഇത് കൂടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്തേക്കല്ല അതാണ്ടോ ടോട്ടലി ഈ കാടാണ്. മാംഗ്രൂവിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ഇറങ്ങി നടക്കാം കേട്ടോ. അങ്ങനെ ഈസായിട്ട് ആൾക്കാരൊക്കെ അവിടെ തന്നെ. ഇതാണ് അതിൻ്റെ ഇപ്പുറത്തെ സൈഡ്. അത് എല്ലാവരും ഇവിടെ നടന്നു പോകാണല്ലോ. അവിടെ വെള്ളമാണ് ഗൈസ്. എന്ത് മരമാവുന്നു. സോ ഇനിയിപ്പോൾ തിരിച്ച് പോവാം. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ. കൊള്ളാം. നമ്മുടെ വീട്ടിൽ നിന്ന് 2 മണിക്കൂർ ദൂരം ഇത്ര അടിപൊളി സ്പോട്ട് ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ആ വഴിയൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങോട്ട് വരുന്നതൊക്കെ സമുദ്രത്തിൻ്റെ അടുത്ത് കൂടെയുള്ള ആ റോഡൊക്കെ സൂപ്പറായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ചങ്ങോട്ട് നടക്കട്ടെ. വേർത്ത് കണ്ടോ, ഇപ്പോൾ വേർത്ത് കുളിച്ചതാ, നല്ല ചൂടുണ്ട്. അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് ഇറങ്ങിയിട്ടോ, തിരിച്ച് പോരുക.
ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റോപ്പ് കോഴിക്കോട്. തിരിച്ചും സെയിം വഴി തന്നെ, സെയിം റൂട്ടിൽ തന്നെ തിരിച്ചു വരുന്നത്. അപ്പോൾ സ്ഥലം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇതുവരെയുള്ള ഡ്രൈവ് അടിപൊളിയാണ്. ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ ഉള്ളതൊക്കെ കാണാൻ. അവിടെ ഇത്തിരി ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, രസമുണ്ട്. വൺ ടൈം വിസിറ്റൊക്കെ ഉണ്ട്. പക്ഷേ റോഡ് പൊളിയാണ്. അപ്പം ഇനിയിപ്പോൾ തിരിച്ചോട്ടെ. ഇനിയിപ്പോൾ കോഴിക്കോട് എത്തിയിട്ട് കാണാം. വഴിക്കൽ ഞങ്ങളൊന്ന് ഫോട്ടോ എടുക്കാൻ നിൽക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ ഗൈസ്. ഞങ്ങളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്പോട്ടിലോട്ട് വന്നേ. വണ്ടി നിർത്തി കേട്ടോ. ഇവിടെ നിർത്തി. തൊട്ടപ്പുറത്ത് കടലാണ്. സാധനം പോകുന്നുണ്ടോ? ഉടുമ്പാണ്, ഉടുമ്പ്. ആ റോഡ് ക്രോസ് ചെയ്തു. ഗൈസ്, ഒരു ഡ്രൈവിൻ ബീച്ച് കണ്ടു. ആൾക്കാരൊക്കെ വണ്ടി ഓടിച്ച് പറക്കുന്നുണ്ട്. നമ്മൾ ഇറക്കി ബീച്ചിലൂടെ ഒരു ഡ്രൈവ്. ഞങ്ങൾ ബീച്ചിൽ ഒരു കാർ റൈഡ്. ബീച്ചിൽ കൂടെയാണ് ഗൈസ് പോകുന്നത്. ബീച്ചിൽ കൂടെ ഒരു ഡ്രൈവാണ്. എന്തൊക്കെ സൗണ്ടൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഓട്ടോറിക്ഷയൊക്കെ ഉണ്ട് വഴിക്ക്. ഇതുകൊണ്ട് ഇങ്ങനെ വെട്ടിക്കാൻ പാടില്ല. ഇതുകൊണ്ട് വെട്ടിച്ചാൽ മുഖം കുത്തി വണ്ടിയുടെ മറിഞ്ഞടിച്ചു പോകും. ബീച്ച് തൊട്ടപ്പുറം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ഡ്രൈവിൻ ബീച്ച് കണ്ടുകൊണ്ടാണ് എവിടെയാണ് കയറി. ഇവിടെയാണ് നമ്മൾ ഇത് കണ്ടേ. ഇപ്പോൾ അതാ തിരിച്ച് വീണ്ടും കോഴിക്കോട്ടിലോട്ട് പോവാം. വെറുതെ ഞങ്ങളൊരു ഡൈവേഴ്ഷൻ എടുത്താണ്. അപ്പോൾ കറക്റ്റ് ചുമ്മാ ഗൂഗിൾ മാപ്പിൽ ഇങ്ങനെ ഡ്രൈവിൻ ബീച്ച് എന്ന് കണ്ടു. ഒന്ന് പോയി നോക്കിയപ്പോൾ സംഭവം അടിപൊളിയാണ്. ഫ്രീ ആണ് കേട്ടോ. ഡ്രൈവിംഗ് ഒക്കെ ഫ്രീ ആണ്. ഉള്ളിൽ കയറാൻ പ്രൈസ് ഒന്നുമില്ല. അപ്പോൾ നമ്മളിന്ന് 3 വഴിക്ക് വണ്ടി ഓടിച്ചു. റോഡ് കൂടെ ഓടിച്ചു, റെയിൽവേ ട്രാക്ക് കൂടെ ഓടിച്ചു, അതേപോലെ ബീച്ച് കൂടി ഓടിച്ചു. വാവ് ഗൈസ്, ആ ട്രെയിൻ കണ്ടോ? ബോഗി, ഒരു വെറൈറ്റി ബോഗിയില്ലേ. നമ്മളിപ്പോൾ കോഴിക്കോട്ടേക്കുള്ള NH കയറി. ഫുള്ള് പണി ഇടയ്ക്കോട്. ഇടയ്ക്ക് കയറും, ഇടയ്ക്ക് ഡൈവേഴ്ഷൻ എടുക്കും. തന്നെ പണി. ഞങ്ങളിത് ഹൈലൈറ്റ് മാളിൻ്റെ അകത്തേക്ക് കയറി. ചുമ്മാ ഒന്ന് കയറിയതാ. പണിയൊന്നുമില്ല. നെസ്റ്റോലൊന്ന് കയറണം, സാധനങ്ങൾ മേടിക്കണം. അപ്പോഴാണ് മഡോണ ഒന്ന് പറഞ്ഞത്. പക്ഷെ അതിനെ കാണാൻ വന്നാൽ അത് പോയി. അതിൻ്റെ വഴിക്ക് ഞങ്ങൾ വെറുതെ ഇറങ്ങും. അപ്പോൾ കോഴിക്കോട് നിന്ന് നമുക്ക് നല്ല രീതിക്കുള്ള ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ സംഭവം എന്ന് അറിയുന്നില്ല. കുറേ ആംബുലൻസൊക്കെ അങ്ങോട്ട് പോകണ ആക്കാം. പിന്നെ ഹൈലൈറ്റിന് എനിക്കൊരു ഗിഫ്റ്റൊക്കെ കിട്ടി. അത് ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം. നമുക്ക് 10 രൂപയുടെ ഒരു കോയിൻ, നോട്ടിൽ ഏറ്റവും കൂടുതൽ സമ്മേഷം വന്ന നമ്പർ കിട്ടിയോണ്ട്. ഗൈസ്, നമുക്ക് കിട്ടിയത് രവ ബോക്സിൻ്റെ ബോക്സ്. പുതിയതായിട്ട് തുടങ്ങിയൊരു ഷോപ്പാണ്. അപ്പോൾ അവരുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന് കിട്ടിയത് ഞങ്ങൾക്ക്